നമസ്കാരം. ജ്യോതിഷ ശ്രീമുരുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026 മാർച്ച് 2 ശുക്രൻ കുംഭൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നു. മീനരാശിയിലെ ശുക്രൻ എന്നാൽ ശുക്രൻ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം. 2026 മാർച്ച് 25 വരെയാണ് ശുക്രൻ മീനരാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഉച്ചരാശിയിൽ സംക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശുക്രനെ കൊണ്ട് വിവിധ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മീനത്തിൽ ശനിയോഗം ചെയ്തു നിൽക്കുന്ന ശുക്രൻ ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് തരുന്നതെന്നും നോക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായ ശുക്രൻ 12ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു. 12ാം ഭാവത്തിൽ മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സുഖചെലവുകൾ വർദ്ധിപ്പിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. വിവാഹ ചെലവുകളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകാം. ദമ്പതികൾക്ക് വിദേശയാത്രകൾ തരപ്പെടുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന സ്രോതസ്സുകളിൽ നിന്നും ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള സമയമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മീയ കാര്യങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ സമയം കണ്ടെത്തും. എന്നാൽ ദാമ്പത്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശം തേടുന്നത് നന്നായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ധനം ചെലവാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണം. ഇതെല്ലാമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ.